ഹായ് മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ EVS ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ നൽകിയിട്ടുണ്ട്. മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, അതൊക്കെ മക്കൾ വായിച്ച് നോക്കണം കേട്ടോ. പ്രവർത്തനം 1, A, B എന്നിങ്ങനെ 2 പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്നിനു മാത്രം പൂർണ്ണമായിട്ടും ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1 A, അനുകൂലനം. ക്വസ്റ്റ്യന് ചില ജീവികളിൽ കാണുന്ന അനുകൂലനങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ജീവികളെ കണ്ടെത്തുക. എ, മുതുകിൽ കൊഴുപ്പ് സംഭരിക്കുന്ന ജീവി. ആൻസർ ഒട്ടകം. ബി, ത്വക്കിനടിയിലെ കൊഴുപ്പ് ഉപയോഗിക്കുന്ന ധ്രുവപ്രദേശത്തെ ജീവി. ആൻസർ പെൻഗിൻ. സി, ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്ന ജീവി. മത്സ്യം. ഡി, വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിക്കുന്നത് മൂലം വെള്ളത്തിൽ സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന ജീവി. ആൻസർ താറാവ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഘടകം ജലം. അതിൻ്റെ പരസ്പരാശ്രയത്വം എന്തൊക്കെയാണ്? ജീവികൾക്ക് വസിക്കാനും കുളിക്കാനും കുടിക്കാനും ആവശ്യമായ ഘടകം. നെക്സ്റ്റ് കോളത്തിൽ ഘടകം തന്നിട്ടില്ല, പരസ്പരാശ്രയത്വം തന്നിട്ടുണ്ട്. എല്ലാ ജീവികൾക്കും ശ്വസിക്കാൻ ആവശ്യമായ ഘടകം ഏതാണ്? ആൻസർ വായു. നെക്സ്റ്റ് മണ്ണ്. മണ്ണിൻ്റെ പരസ്പരാശ്രയത്വം ജീവികളുടെ വാസത്തിനും സസ്യങ്ങളുടെ നിലനിൽപ്പിനും ആവശ്യമായ ഘടകം. ക്വസ്റ്റ്യന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സസ്യങ്ങൾ മരുഭൂമിയിൽ വളരുന്നതിന് സഹായിക്കുന്ന അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. 1, നേർത്ത തണ്ട്. 2, ആഴത്തിലുള്ള വേരുകൾ. 3, വലിയ ഇലകൾ. 4, തണ്ടുകളിലെ മെഴുകുപോലത്തെ ആവരണം. ആൻസർ 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ഏതാണ്? ബി. പ്രവർത്തനം 1 ബി, വാസസ്ഥലങ്ങൾ. അതിൽ എ ക്വസ്റ്റ്യന് ചുവടെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ ചിത്രം പരിശോധിച്ച് എവിടെ വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തുക. തന്നിട്ടുള്ളത് ആമൻ്റെ ചിത്രമാണ്. കരയിലും വെള്ളത്തിലും വസിക്കുന്നു. ചിത്രത്തിൽ ചെമ്മീനാണ്, വെള്ളത്തിൽ. ഒട്ടകം കരയിൽ, തവള കരയിലും വെള്ളത്തിലും. മത്സ്യം വെള്ളത്തിൽ. ബി ക്വസ്റ്റ്യന് ആമ്പലിൻ്റെയും തവളയുടെയും ഓരോ സവിശേഷതകൾ എഴുതുക. ആമ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ ഇലകളുണ്ട്. നീളമുള്ള തണ്ടുകൾ, ഇലകളിൽ മെഴുകുപോലത്തെ ആവരണം. തവള വെള്ളത്തിലും കരയിലും ശ്വസിക്കാൻ കഴിയുന്നു. വഴുവഴുപ്പുള്ള ശരീരം, നീളമുള്ള പിൻകാലുകൾ. കൂടുതലായിട്ട് നൽകിയിട്ടുണ്ട്, മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ആൻസർ എഴുതിയാൽ മതി. സി ക്വസ്റ്റ്യന് ധ്രുവപ്രദേശങ്ങളിൽ വസിക്കുന്ന ജീവി ഏത്? ഡോൾഫിൻ. ബി പെൻഗിൻ. സി ഒട്ടകം. ഡി ആമ. ആൻസർ ബി ആണ്, പെൻഗിൻ. പ്രവർത്തനം 2 സ്വാതന്ത്ര്യദിനം. അതിൽ എ ക്വസ്റ്റ്യന് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്വിസ് മത്സരത്തിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ. ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി അവരെ സഹായിക്കാമോ? 1, സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരായിരുന്നു? ആൻസർ ബ്രിട്ടീഷുകാർ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയും കൂട്ടരും സബർമതി ആശ്രമത്തിൽ നിന്ന് ഏത് കടപ്പുറത്തേക്കാണ് ജാഥയായി നീങ്ങിയത്? ആൻസർ ദണ്ഡി കടപ്പുറത്തേക്ക്. ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ എത്ര ആളുകളുണ്ടായിരുന്നു ഗാന്ധിജിൻ്റെ കൂടെ? 78 പേരാണ്. ഗാന്ധിജിക്ക് അന്ന് 61 വയസ്സായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യത്തെ നിയമലംഘന സമരമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. സബർമതി ആശ്രമത്തിൽ നിന്ന് എത്ര ദൂരമാണ് ദണ്ഡി കടപ്പുറത്തേക്ക്? അതുപോലെ ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? ഏത് ഗാനമാണ് ഉപ്പു സത്യാഗ്രഹത്തിന് അവർ ആലപിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ GK ക്വസ്റ്റ്യൻസ് നമ്മുടെ LSS ക്ലാസ്സുകൾ നൽകും. LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. LSS ക്ലാസ്സിനുള്ള മുഴുവൻ കുട്ടികളും അതിൽ ജോയിൻ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനമായി നൽകിയത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ എന്ന പുസ്തകമായിരുന്നു. ഇതിലെ ഒരു പേജാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പൂർത്തിയാക്കുക. ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് K കേളപ്പൻ. ഇദ്ദേഹം നയിച്ച സമരം ഉപ്പു സത്യാഗ്രഹം. സമരം നടന്ന സ്ഥലം പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലാണ്. പ്രവർത്തനം 3 ആവാസ വ്യവസ്ഥ. എ ക്വസ്റ്റ്യന് GLP സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിലുള്ള കുളത്തിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. കുളം എന്ന ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ജന്തുക്കളും സസ്യങ്ങളും ഏതെല്ലാമായിരിക്കും? എഴുതുക.
ജീവികൾ ഏതൊക്കെയായിരിക്കും? ഇതാ അവിടെ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട് അല്ലേ. തവള, മത്സ്യം, ഞണ്ട്, ഒച്ച്. സസ്യങ്ങളോ? താമര, ആമ്പൽ, പായൽ, കുളവായ. ഇനി അതിൽ ബി ക്വസ്റ്റ്യന് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 4 ആവാസ വ്യവസ്ഥകളുടെ പേരെഴുതുക. സമുദ്രം, വനം, മരുഭൂമി, ധ്രുവപ്രദേശങ്ങൾ. ഒരുപാട് ആവാസ വ്യവസ്ഥകളുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതിലേതെങ്കിലും 4 എഴുതിയാൽ മതി. അടുത്ത സി ക്വസ്റ്റ്യന് കുളത്തിൽ കാണപ്പെടുന്ന ജീവനില്ലാത്ത ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ പേരെഴുതുക. ഒരുപാട് ജീവനില്ലാത്ത ഘടകങ്ങളുണ്ട് അല്ലേ. കല്ല്, മണ്ണ്, പാറ, ജലം, സൂര്യപ്രകാശം, മണൽ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. പ്രവർത്തനം 4 എ, ബി എന്നിങ്ങനെ 2 എണ്ണമുണ്ട്. ഒന്നിനു മാത്രം പൂർണ്ണമായും ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 4 എ സമരവഴികൾ. അതിൽ എ ക്വസ്റ്റ്യൻ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കുന്ന ചുമർ പത്രിക ചുവടെ നൽകിയിരിക്കുന്നു. പൂർത്തിയാക്കുക. ഗാന്ധിജിൻ്റെ ചിത്രമാണല്ലേ നൽകിയിട്ടുള്ളത്. ജന്മദേശം എവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദർ. ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. സമരരീതി എങ്ങനെയുള്ളതാണ്? സത്യാഗ്രഹമാണല്ലേ ഗാന്ധിജിൻ്റെ സമരരീതി. മാതാപിതാക്കൾ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായി. ഗാന്ധിജി ജനിച്ചതെന്നാണെന്നൊക്കെ മക്കൾക്കറിയാലോ അല്ലേ. 1869 ഒക്ടോബർ 2-നാണ്. ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ചു നോക്കി ശരിയായത് കണ്ടെത്തി എഴുതുക. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയുമുള്ള ഒരു നേതാവായിരുന്നു ഗാന്ധിജി. കുട്ടികൾ ഗാന്ധിജിയെ നേതാജി എന്ന് വിളിച്ചിരുന്നു. എ ആണ്. 1 മാത്രം ശരിയാണ്. നേതാജി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ. പ്രവർത്തനം 4 ബി സമരസേനാനികൾ. എ ക്വസ്റ്റ്യന് ചുവടെ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രത്തിനു നേരെ അവരുടെ പേര് എഴുതി ചേർക്കുക. 1 ഭഗത് സിംഗ്, 2 സരോജിനി നായിഡു, 3 അരുണ ആസഫ് അലി, 4 ഗോപാലകൃഷ്ണ ഗോഖലെ, 5 ബി.ആർ. അംബേദ്കർ. ക്വസ്റ്റ്യന് ചുവടെ കൊടുത്തവയിൽ നിന്ന് ഗാന്ധിജിയുടെ മുഴുവൻ പേര് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ബി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പ്രവർത്തനം 5 ആവാസങ്ങളുടെ സംരക്ഷണം. കുഞ്ഞിക്കിളി, നീ എന്താ ഈ മരത്തിലിരിക്കുന്നത്? കുട്ടി ചോദിക്കുകയാണല്ലേ. അപ്പോൾ എന്താണ് കിളി മറുപടി പറയുന്നത്? ഈ മുത്തശ്ശി മരമാണ് എനിക്കുള്ള ആശ്രയം. കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അതിൽ മുത്തശ്ശി മരത്തിൽ നിന്ന് എന്തെല്ലാം പ്രയോജനങ്ങളാണ് കുഞ്ഞിക്കിളിക്ക് ലഭിക്കുന്നത്? എന്തൊക്കെയായിരിക്കും? ഭക്ഷണം, വാസസ്ഥലം, സംരക്ഷണം അല്ലേ, ഇവയൊക്കെ ലഭിക്കുമല്ലോ. ബി ക്വസ്റ്റ്യന് വനം നശിപ്പിച്ചാൽ ധാരാളം ജീവികൾക്ക് ആശ്രയം ഇല്ലാതാവും. വനനശീകരണത്തിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്റർ മക്കൾ തയ്യാറാക്കിയാലോ അല്ലേ. ചിത്രം വരക്കണം. ആകർഷണമായ ചിത്രം വേണം കേട്ടോ. അതുപോലെ നന്നായിട്ട് കളർ നൽകണം. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു വാക്ക് എഴുതണം. എന്തൊക്കെ എഴുതാം? വനം നമ്മുടെ സമ്പത്ത്, വനം സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. എന്തെഴുതിയത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സി ക്വസ്റ്റ്യന് ചുവടെ നൽകിയിരിക്കുന്നവയിൽ മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഏതൊക്കെയാണ്? പുൽമേടുകൾ, ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ, കാവുകൾ, കൃഷിയിടങ്ങൾ. ശരി, 2ഉം 4ഉം ആണ് അല്ലേ. ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ, കൃഷിയിടങ്ങൾ. ആൻസർ ഡി ആണ്. എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിലൂടെ ക്വിസ് വീഡിയോസ് നൽകുന്നുണ്ട് കേട്ടോ, GK വീഡിയോസ്. മക്കളതൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് LSSനും ഉപകാരപ്പെടും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.